മഹാരാഷ്ട്രയിലെ 288 അംഗ നിയമസഭയിലേക്കും ജാർഖണ്ഡിലെ 81 അംഗ നിയമസഭയിലേക്കും നടന്ന പോളിംഗ് പൂർത്തിയാകുമ്പോൾ ഇരു സംസ്ഥാനങ്ങളിലെയും ഭരണം BJP ഉൾപ്പെടുന്ന സഖ്യത്തിന് കിട്ടാൻ പോകുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. 5 ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രൊജക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചാണക്യ സ്ട്രാറ്റജീസും പീപ്പിൾസ് പൾസും മെട്രിക്സും അതോടൊപ്പം തന്നെ മറ്റ് 2 ഏജൻസികൾ കൂടി അവർ നൽകുന്ന വിവരമനുസരിച്ച് ചാണക്യ സ്ട്രാറ്റജീസ് പറയുന്നത് NDAക്ക് 152 മുതൽ 160 സീറ്റ് വരെ മഹാരാഷ്ട്രയിൽ ലഭിക്കുമെന്നുള്ളതാണ്. പീപ്പിൾസ് പൾസ് BJPക്ക് NDAക്ക് പ്രവചിക്കുന്നത് 175 മുതൽ 195 വരെ സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതാണ്. മെട്രിക്സ് സർവേയും ഇതുപോലെ സമാനമായ രീതിയിൽ 154 സീറ്റുകളാണ് BJPക്ക് പ്രവചിക്കുന്നത്. ഏതായാലും BJP ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന് മഹാരാഷ്ട്രയിൽ ഇക്കുറി വിജയമുണ്ടാകും എന്ന പ്രവചനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ഉണ്ട് മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, BJPക്ക് അനുകൂലമായ, ഷിൻഡെ വിഭാഗത്തിന് അനുകൂലമായ, അജിത് പവാർ NCP പക്ഷത്തിന് അനുകൂലമായ ഒരു ജനവിധി മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നാണ് എല്ലാ ഏജൻസികളും അവരുടെ എക്സിറ്റ് പോൾ പ്രൊജക്ഷൻസിൽ പറയുന്നത്. എന്തായിരിക്കും ഇതിനുള്ള അടിസ്ഥാന കാരണം? എങ്ങനെ വേണം ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കാണാൻ? ഗോപികൃഷ്ണൻ, BJPക്ക് അനുകൂലമാണ്, ഷിൻഡെ വിഭാഗത്തിന് അനുകൂലമാണ്. പക്ഷേ അജിത് പവാറിൻ്റെ കാര്യത്തിൽ എനിക്കൊരു മറു അഭിപ്രായമാണുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്ന സീറ്റുകൾ പരിശോധിക്കുമ്പോൾ ശരത് പവാർ വിഭാഗത്തെക്കാൾ കുറവ് സീറ്റിൽ മാത്രമേ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു നാണക്കേട് അത് അദ്ദേഹത്തെ പിന്തുടരും എന്ന് വേണ്ടിവരും ഈ സർവേ ഫലങ്ങൾ ശരിയായാൽ നമുക്ക് കാണേണ്ടി വരിക. ഏതായാലും ഇപ്പോൾ ഈ സർവേ ഫലങ്ങളൊക്കെ ആകെ വന്നിരിക്കുന്നത് ഇപ്പോൾ 4 സർവേ ഫലങ്ങളിൽ. അതിൽ PMAർക്ക് മാത്രമാണ് ഒരുപക്ഷെ MVAക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞേക്കും ഒരു പ്രതീക്ഷ അവിടെ ജനിപ്പിക്കുന്നത്. 146 സീറ്റ് വരെ കിട്ടിയേക്കാം എന്ന് പറയുമ്പോൾ 145 മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മാന്ത്രിക സംഖ്യ. മറ്റ് സർവേ ഫലങ്ങൾ ഇപ്പോൾ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള പീപ്പിൾസ് പൾസ് പറയുന്നു 195 സീറ്റ് വരെയാണ് മഹായുതിക്ക് അവർ പ്രതീക്ഷിക്കുന്നത്. 112 സീറ്റ് വരെയാണ് പരമാവധി MVAക്ക് അവർ നൽകുന്നത്. പോൾ ഡയറി മറ്റൊരു സർവേയിലേക്ക് വന്നാൽ അവിടെ 186 സീറ്റ് വരെ മഹായുതിക്ക് നൽകുന്നുണ്ട്. അങ്ങനെ PMAർക്ക് ഒഴിച്ചു നിർത്തിയാൽ വലിയ നിരാശ നൽകുന്ന ഒരു സർവേ ഫലങ്ങളാണ് MVAയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ നിർണായകമാവാൻ സാധ്യതയുള്ള 2-3 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഈ വനിതാ വോട്ടർമാർ ആർക്കൊപ്പം നിന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ വനിതകൾക്ക് ഈ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന വനിതകൾക്ക് മാസം 1500 രൂപ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു പദ്ധതി, അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പദ്ധതി, അത് ഏത് തരത്തിൽ ചലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ 2 മുന്നണികളിലും അകത്ത് ഒരു ആശയവ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 3000 രൂപ നൽകാം അധികാരത്തിൽ വന്നാൽ എന്ന് MVA പ്രകടന പത്രികയിൽ പറഞ്ഞത്. പക്ഷേ ഒരു പദ്ധതി ഒരുപക്ഷെ BJPയെ തുണച്ചേക്കും എന്നൊരു സൂചന, വനിതകൾ ഒരുപക്ഷെ കാര്യമായി BJPയെ സഹായിച്ചേക്കും എന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ഒരു സൂചന. കാരണം സംസ്ഥാനത്ത് വനിതകളും കർഷകരും ഒരു നിർണായകമായ ഒരു കാര്യമാണ്. രണ്ടാമത് ഈ വാഗ്ദാനങ്ങൾ, ഈ സൗജന്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ BJP കൂടുതലായും ഈ വർഗീയ ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള തരത്തിലുള്ള പല പരാമർശങ്ങളും തെരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിയിട്ടുണ്ട്. അത് ഏത് തരത്തിൽ ഗുണം ചെയ്യും എന്നതൊക്കെ BJP പ്രവർത്തകർ സാധാരണയിൽ ഇവിടെ ഈ 6 മേഖലകളായി മഹാരാഷ്ട്രയെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ കൊങ്കൺ മേഖലയിൽ ആണ് യഥാർത്ഥത്തിൽ BJP ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന് വേരോട്ടമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖല എന്ന് നമ്മൾക്ക് വിലയിരുത്തേണ്ടി വരും. ബാക്കിയിടങ്ങളിലൊക്കെ ഇപ്പോൾ ഏറ്റവും അധികം സീറ്റുകളുള്ള പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ അവിടെ മഹാവികാസ് അഘാഡിക്കാണ് നേരിയ തരത്തിൽ മുൻതൂക്കം ഉണ്ടായിരുന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിദർഭയിൽ അവിടെ MVAക്കാണ് കൂടുതൽ മുൻതൂക്കമുള്ളത്. മറാഠ്വാഡയിൽ അവിടെ 46 സീറ്റുകളുണ്ട്. അവിടെയും നേരത്തെ കരുതിയിരുന്നത് അവിടെ മഹാവികാസ് അഘാഡിക്കാണ് മുൻതൂക്കം എന്നതാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 6 മേഖലകളിലും അവിടെ മഹായുതി സഖ്യത്തിന് മുൻതൂക്കം കിട്ടുന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണോ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നത്? ഒരുപക്ഷെ MVA ഈ കോൺഗ്രസ് സഖ്യം ഒരുപക്ഷെ ഈ സർവേ ഫലങ്ങളെ തള്ളിക്കൊണ്ട് അവർ മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു വാദം അത് ഈ വിദർഭ മേഖലയിലേക്ക്, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പടിഞ്ഞാറൻ മേഖല, ഒപ്പം വിദർഭ, മറാഠവാഡ ആ മേഖലയിലൊക്കെ തന്നെ വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. മറ്റു മേഖലകളെ അപേക്ഷിച്ച് ഇപ്പോൾ കൊങ്കൺ, മുംബൈ ആ റീജിയൻ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ആ മേഖലയിലാണ് കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുള്ളത്. അതായത് കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെ ഒരു ശക്തി കേന്ദ്രം, അവർ കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന ഇടത്തൊക്കെ തന്നെ ശക്തമായ പോളിംഗ് ഈ മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ
പോളിംഗ് നടന്നിട്ടുണ്ട് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2019 കോൺഗ്രസിന് വിദർഭ മേഖലയിൽ 10 സീറ്റോളം അധികം ലഭിച്ച ഒരു മേഖലയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും അവർക്ക് ആ ഒരു മേൽക്കോയ്മ ആ മേഖലയിൽ അവർക്ക് സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ മേഖലയിൽ കാര്യമായി പോളിംഗ് നടന്നത് കോൺഗ്രസ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. അതേസമയം മറ്റു മേഖലകൾ മുംബൈ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ BJPക്ക് ഒരുപക്ഷെ ശിവസേന ഉദ്ധവ് വിഭാഗം കൂടുതൽ തളരുന്ന ഒരു സൂചനയാണ് സർവേ ഫലങ്ങൾ നൽകുന്നത്. ആ തരത്തിൽ BJP കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഈ സർവേകളൊക്കെ പറയുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ആവറേജ്, ഒരു ശരാശരി എടുക്കുമ്പോൾ BJPക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയ 105 എന്നൊരു സംഖ്യയിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിഞ്ഞേക്കില്ല എന്നും പറയുന്നുണ്ട്. അതേസമയം ഷിൻഡെ വിഭാഗത്തിന് കാര്യമായ ഒരു ക്ഷീണം തട്ടാതെ അവർക്ക് ഒരു മെച്ചപ്പെട്ട ഫലം നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും ഈ എക്സിറ്റ് പോൾ ഫലം പറയുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് ശ്രീനാഥ് ചന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്. ഏതായാലും മഹാരാഷ്ട്ര കാര്യത്തിൽ എല്ലാ എക്സിറ്റ് പോൾ ഫല പ്രവചനങ്ങളും BJPക്ക് അനുകൂലമായ ഒരു ജനവിധി മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത്. അതിൽ ഈ 6 ഏജൻസികളും ഒരുപോലെ തന്നെ BJP ഉൾപ്പെടുന്ന മഹായുതി സഖ്യത്തിന്റെ വിജയം പ്രവചിക്കുന്നു മഹാരാഷ്ട്രയിൽ. പക്ഷേ 81 നിയമസഭാ സീറ്റുകളുള്ള ജാർഖണ്ഡിനെ സംബന്ധിച്ച് അവിടെ മൈ ആക്സിസും അതോടൊപ്പം തന്നെ മറ്റ് 2 സർവേ ഫലങ്ങൾ അവിടെ JMM ഉൾപ്പെടുന്ന സഖ്യത്തിന്, ഇന്ത്യ സഖ്യത്തിന് വിജയമുണ്ടാകുമെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ 2019 തെരഞ്ഞെടുപ്പിൽ UPA സഖ്യത്തിൽ JMM 30ഉം കോൺഗ്രസ് 16ഉം JDU 1 സീറ്റുമാണ് അവിടെ നേടിയത്. JMMന്റെ ഹേമന്ത് സോറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. ഹേമന്ത് സോറിനെതിരെ കേസുകൾ വരികയും ജയിലിലാവുകയും ഒക്കെ ചെയ്തതിനു ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഹേമന്ത് സോറിന് തിരിച്ചടി ഉണ്ടാകാനാണ് സാധ്യത ഇക്കുറി എന്നുള്ള എക്സിറ്റ് പോൾ ഫലപ്രവചനങ്ങളാണ് കൂടുതൽ ഏജൻസികളിൽ നിന്നും വരുന്നത്. പക്ഷേ 2 ഏജൻസികൾ, അതിൽ പ്രധാനമായും ആക്സിസ് മൈ ഇന്ത്യ JMMന് 53 സീറ്റുകൾ നേടി വലിയ വിജയം ജാർഖണ്ഡിൽ ഉണ്ടാകും എന്ന പ്രവചനം നടത്തുന്നു. എന്താകും ജാർഖണ്ഡിലെ ജനവിധി എന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഈ എക്സിറ്റ് പോൾ